أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഇടയ്ക്കിടെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലണേ നമ്മൾ. എന്തിനാണത്? റമദാനിൽ അധികരിപ്പിക്കേണ്ട ദിക്റാണത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ റമദാനിൽ അധികരിപ്പിക്കേണ്ട ദിക്റാണ് ചൊല്ലുന്നത്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. റഹ്മത്തിന്റെ ബത്തിലാണ് നമ്മളുള്ളത്. ഒന്നാമത്തെ റഹ്മത്തിന്റെ ബത്തിൽ ചൊല്ലേണ്ട ദിക്ർ ധാരാളം ചൊല്ലേണ്ട ദിക്റാണ്. ധാരാളം റബ്ബിനോട് ചോദിക്കേണ്ട ദിക്റാണിത്. എത്ര ചോദിച്ചാലും റബ്ബിന് മടുപ്പില്ല. നമ്മൾ ഒരാളോട് ഒരു സാധനം തന്നെ ചോദിച്ചു, നമ്മളോട് ഒരാള് നമ്മുടെ വീട്ടിൽ ഒരാളൊരു സ്ഥാപനത്തിന്റെ ഒരു പിരിവായിട്ട് വന്നു. നമ്മൾ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് റെഡിയാക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക. അവര് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വന്നു. നമ്മൾ അവരോട് പറഞ്ഞു ഇപ്പൊ റെഡി ആയിട്ടില്ല, ഞങ്ങൾ അടുത്ത ആഴ്ച വരിയെന്ന് പറഞ്ഞു. അവര് നമ്മളെ വിടാതെ പിന്തുടരാണെങ്കിൽ നമ്മളെ മനസ്സിനൊരു വിഷമം ഉണ്ടാവും. ചിലർക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷേ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഒരാളിങ്ങനെ ചോദിച്ചു തന്നെ പിന്നെ 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 ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ ഒരു വിഷമമുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാവുന്നല്ല. ചിലപ്പോ ഉണ്ടായിപ്പോയാലും പടച്ച റബ്ബിന് അങ്ങനെ ഒരു വിഷമല്ല. അള്ളാഹു ചോദിക്കുന്നതിന് യാതൊരു വിഷമം അള്ളാഹ്ക്കില്ലല്ലോ. എത്ര ചോദിച്ചാലും റബ്ബ് വാരിക്കോരി തരുന്നവനാണ് അള്ളാഹുവിന് തരുന്നതിൽ യാതൊരു മടുപ്പും ഇല്ല. എത്ര ചോദിച്ചാലും റബ്ബ് തരും. അതൊരു പക്ഷേ തരാൻ ഖൈറായ സമയത്തായിരിക്കും തരാം. ചിലപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവില്ല അല്ലെ? ഒരുപാട് കാലമായിട്ട് ചോദിക്കുന്ന വിഷയം ഇപ്പോൾ നടക്കാത്തതുണ്ടാവും. പക്ഷെ ചോദ്യം നിർത്താൻ പാടില്ല. നമ്മൾ നല്ലോണം പിന്നെ 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 ഇങ്ങനെ ചോദിക്കുമ്പോ ലാസ്റ്റ് അല്ലാഹു തആല അതിലേറെ നമുക്ക് തരും. ഒന്നുമില്ലെങ്കിൽ ആ ചോദിച്ചതിന് ആഖിറത്തിൽ വലിയ പ്രതിഫലമെങ്കിലും അല്ലാഹു തരൂലേ. അതുകൊണ്ട് ചോദ്യം നിർത്താൻ പാടില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എത്ര ചോദിച്ചാലും റബ്ബിന് യാതൊരു മടുപ്പില്ല. അല്ലാഹു വാരിക്കോരി നമുക്ക് തരും. അതേ ഒരു അഅറാബിയായ മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരികയാണ്. സ്വഹാബത്ത് മുഴുവനും ഈ കാഴ്ച കാണുകയാണ്. ഒരു അഅറാബിയായ മനുഷ്യൻ, അദ്ദേഹം ഒട്ടകപ്പുറത്താണ് വരുന്നത്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോ ആ ഒട്ടകത്തിനെ പുറത്ത് കെട്ടിയിട്ടു. പുറത്ത് ഒട്ടകത്തിനെ കെട്ടിയിട്ടു. ഇത് നിസ്കരിക്കാൻ കയറി. നിസ്കാരമൊക്കെ കഴിഞ്ഞേ തിരിച്ച് അദ്ദേഹം പുറത്തിറങ്ങി. സ്വഹാബത്തൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് കെട്ടിയിട്ട ഒട്ടകത്തിനെ കാണാനില്ല. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളൊരു വാഹനത്തിൽ, ഒരു കാറിൽ, ഒരു ബൈക്കിൽ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോ ആ ബൈക്ക് കാണാനില്ലെങ്കിലുള്ള വിഷമത്രയാണ്. നമ്മൾ ആരൊക്കെ വിളിക്കും? പോലീസിൽ അറിയിക്കും, കുടുംബക്കാരെ വിളിക്കും, നാട്ടുകാരെ അറിയിക്കും, എല്ലാരെയും നമ്മൾ അറിയിക്കും. എന്നാൽ ഇദ്ദേഹം, ഈ അഅറാബിയായ മനുഷ്യൻ, അദ്ദേഹം ആരെയും അറിയിക്കുന്നില്ല. സ്വഹാബത്തൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കേണ്ട ഇദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ വിഷമങ്ങളൊന്നും കാണുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് ആരോടാണെന്നറിയോ? ഇലാഹായ റബ്ബിനോടാണ് ചോദിക്കുന്നത്. ഒട്ടകത്തെ കാണാനില്ല. അദ്ദേഹം അതാ റബ്ബിനോട് തേടുന്നു. ഇലാഹി അദ്ദൈതു അമാനക. ഓ രക്ഷിതാവായ അല്ലാഹ്, ഉടമയായ അല്ലാഹ്, യജമാനനായ അല്ലാഹ്, അദ്ദൈതു അമാനക, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറി നിസ്കരിച്ചു. നിസ്കാരം എന്നുള്ളത് ഒരു അമാനത്താണല്ലോ. നീ ഞങ്ങളെ ഏൽപ്പിച്ച നീ ഞങ്ങൾക്ക് മേലുള്ള ഒരു അമാനത്തായിട്ടാണല്ലോ നിസ്കാരത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ അമാനത്താകുന്ന നിസ്കാരം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ആ അമാനത്ത് വീട്ടുന്നതിനാണ് ഞാൻ പള്ളിയിൽ കയറിയതും നിസ്കരിച്ചതും. അതിൽ ഞാൻ കൃത്യത പാലിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നിസ്കാരത്തിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ എന്റെ ഒട്ടകത്തെ ഇവിടെ പുറത്ത് കെട്ടിയിട്ടിരുന്നു.
ഓ അല്ലാഹുവേ ഫഅൈന അമാനത്തി, ഈ ഒട്ടകത്തെ ഞാൻ ഇവിടെ കെട്ടിയിട്ടത് നിന്നെ അമാനത്തായി ഏൽപ്പിച്ചിട്ടാണ്. ഫഅൈന അമാനത്തി, എന്റെ അമാനത്ത് ഇവിടെ റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇപ്പൊ ആ ഒട്ടകത്തിനെ കാണുന്നില്ല. ഫഅൈന അമാനത്തി, എന്റെ അമാനത്തായ ഒട്ടകം എവിടെ അല്ലാഹ്? അദ്ദേഹം ചോദിക്കുകയാണ് റബ്ബിനോട്, എവിടെ പഠിച്ചോനെ, ഞാൻ നിന്നോടുള്ള അമാനത്ത് വിട്ടാൻ വേണ്ടി നിസ്കരിക്കാൻ കയറിയതാ, ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് എന്റെ ഒട്ടകം ഇവിടെ കെട്ടിയിട്ട് പോയത്, എവിടെ എന്റെ അമാനത്ത്? എവിടെ? അത് ആ ഒരു അല്പസമയം കഴിയുമ്പോഴേക്ക് ഒരു സഹോദരൻ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈയിന്റെ ഈ പത്തിയുടെ ഭാഗം മുറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങാണ്. ഒട്ടകത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. പക്ഷേ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മടങ്ങി വരികയാണ്. എന്നിട്ട് ഈ അറാബിയായ മനുഷ്യനോട് ക്ഷമാപണം നടത്തുകയാണ്, മാപ്പ് പറയുകയാണ്. ഉടനടി ഉത്തരം കിട്ടുന്നു. റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉടനടി ഉത്തരം നൽകുകയാണ്. ഈമാനുള്ള ഉമ്മമാരെ, ബാപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, റബ്ബിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തരും. അതിനൊരു കുറവുമില്ല. അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. ചോദ്യം നിർത്തരുത്, റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി എനിക്ക് കുട്ടികൾ ഉണ്ടാവൂല എന്ന് കരുതി നിരാശപ്പെടാൻ പാടില്ല. എന്ത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ആശ മുറിയാൻ പാടില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമുക്ക് ആശ മുറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇഖ്ലാസോടെ അങ്ങ് ചോദിച്ചോളൂ, അല്ലാഹു നമുക്ക് വാരിക്കോരി തരൂ. അതേ, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ കരുണയുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മുടെ അമലുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോളണമെന്നില്ല. നമ്മുടെ അമലുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ കടന്നു കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു വിധാനമാണ്. അമലുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം നമുക്ക് വേണ്ടത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് അല്ലാഹു സ്വർഗ്ഗം തരാ. അല്ലാതെ നമ്മളെ അമല് കൊണ്ട് മാത്രം നമ്മൾ കഴിച്ചിലായിക്കൊള്ളുന്നുണ്ടോ? നമ്മളെ അമലിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ അമല് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടോളുന്നില്ല. ഇത് മുത്തുനബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. സ്വഹാബാ, നിങ്ങളുടെ അമലുകൊണ്ട് നമ്മൾ നിങ്ങൾ രക്ഷപ്പെട്ടോളണമെന്നില്ല. സ്വഹാബത്ത് ചോദിച്ചു, ഇല്ല അൻത യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? മുത്തുനബി പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ട ആളാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ മുഴുവനും കരുണയായിട്ടല്ലാതെ നബിയെ അങ്ങയെ നാം അയച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് മുത്തായ തങ്ങൾ പ്രത്യേക റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അതെ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ റഹ്മത്താണ് നമുക്ക് കിട്ടേണ്ടത്. ഉമ്മമാരെ, ബാപ്പമാരെ, ആ റഹ്മത്തിനെ ചോദിക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 പ്രത്യേകമായി റഹ്മത്തിനെ ധാരാളമായി ചോദിക്കണം. ആ ദിക്റാണ് ഇടയ്ക്കിടെ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ 5 വഖ്ത് നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നാൽ പള്ളിയിൽ അതിങ്ങനെ ചൊല്ലും. നിസ്കാരത്തിന് ശേഷമൊക്കെ ആയിട്ട് ഇമാം ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും, അവരിങ്ങനെ ഏറ്റു ചൊല്ലും. സഹോദരിമാര് വീട്ടിലാണ്. ഉമ്മമാരെ, നമ്മൾ ഇടയ്ക്കിടെ ഇത് ചൊല്ലണം. നിസ്കാര ശേഷവും ചൊല്ലണം. അതുപോലെ നമ്മുടെ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ദിക്റ്, ഒഴിവുള്ള സമയത്ത് നല്ല നമ്മൾ എപ്പോഴും ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ.
അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും